ഒരു കാലത്ത് മൊബൈൽ വ്യവസായം തകർച്ചയുടെ വക്കിലായിരുന്നു. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഭീമന്മാരിൽ ഒരാളായി മാറിയ ഷോമിയുടെ സ്ഥാപകൻ ലെയ് ജുൻ രംഗത്തെത്തുന്നത്. സ്മാർട്ട് ഫോൺ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ആപ്പിൾ ആണെങ്കിലും ഉപയോഗ സൗകര്യത്തിന്റെയും വിലക്കുറവിന്റെയും കാര്യത്തിൽ ഇന്ന് മുന്നിലുള്ളത് ഷോമിയാണ്. പക്ഷേ ഇത്ര വലിയ ഒരു ബിസിനസ് ലെയ് ജുണിന് എങ്ങനെ കെട്ടിപ്പടുക്കാൻ സാധിച്ചു? സ്വന്തമായി ഒന്നുമില്ലാത്തതിൽ നിന്ന് $1 ബില്യൺ നിക്ഷേപമുള്ള ഒരു വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണിത്. ലെയ് ജുണിന്റെയും ഷോമിയുടെയും ഈ അവിശ്വസനീയ യാത്ര എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? 1969 ചൈനയിലെ ഷിയാൻഡാവോ എന്ന നഗരത്തിൽ ലെയ് ജുൻ ജനിച്ചു. ലെയുടെ ജീവിതം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. വേദനയുടെയും കഷ്ടതയുടെയും നിറഞ്ഞ ഒരു ജീവിതം. വ്യവസായ നഗരമായ വുഹാനിന്റെ സമീപത്താണ് അദ്ദേഹം വളർന്നത്. കുട്ടിക്കാലത്തെ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിന്റെ പിടിയിലായിരുന്നു. സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം അധ്യാപക വൃത്തി അവമതിക്കപ്പെട്ടു. ലെയുടെ 2 മാതാപിതാക്കളും അധ്യാപകരായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു മാസം വെറും $7 മാത്രമാണ് സമ്പാദിച്ചിരുന്നത്. എന്നിട്ടും ചെറുപ്പം മുതലേ ഇലക്ട്രോണിക്സിൽ താൽപര്യം കാണിച്ച ലെയ്ക്ക് പിന്തുണ നൽകി. കുട്ടിക്കാലത്ത് റേഡിയോകൾ പൊളിച്ച് വീണ്ടും കൂട്ടിച്ചേർക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം. 2 ബാറ്ററികളും ഒരു ബൾബും മരം കൊണ്ട് ഉണ്ടാക്കിയ പെട്ടിയും കമ്പികളും ഉപയോഗിച്ച് സ്വന്തം നാട്ടിലെ ആദ്യത്തെ ഇലക്ട്രിക് ലാമ്പ് അദ്ദേഹം നിർമ്മിച്ചു. 1987 മിയാൻയാങ് മിഡിൽ സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ലെ 1991 വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. ബിരുദം കഴിഞ്ഞ് ലോകത്തിന് പ്രയോജനപ്പെടണം എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പഠിച്ചത്. അങ്ങനെ ലെയ് ജുൻ സ്റ്റീവ് ജോബ്സിന്റെ പ്രചോദനത്താൽ സ്വന്തം കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. കോളേജ് പെട്ടെന്ന് തീർത്ത് അതിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പദ്ധതിയിട്ടു. ഇങ്ങനെയാണ് ലെയുടെ യാത്രയും സ്മാർട്ട് ഫോൺ വ്യവസായത്തിലെ മാറ്റവും തുടങ്ങിയത്. മികച്ച ബിസിനസ്സുകാരനായ ലെയ് പ്രതിബന്ധങ്ങളെ തോൽപ്പിച്ച് മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു. ബിരുദം കഴിഞ്ഞാൽ അദ്ദേഹം ചൈനീസ് സോഫ്റ്റ്വെയർ കമ്പനിയായ കിങ്സോഫ്റ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി. 1992 ഒരു എഞ്ചിനീയറായി അവിടെ ജോലി ചെയ്തു തുടങ്ങിയ ലെയുടെ കഴിവും ആത്മവിശ്വാസവും കൊണ്ട് പെട്ടെന്ന് കമ്പനിയുടെ CEO ആയി ഉയർന്നു. 2007 കമ്പനിയെ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. കിങ്സോഫ്റ്റിലെ ജോലിയുടെ തിരക്കുകളിൽ നിന്ന് മാറി ലെയ് ഓൺലൈൻ ബുക്ക് സ്റ്റോർ ആയ joyo.com സ്ഥാപിച്ചു. 2004 അത് ആമസോണിന് $75 മില്യൺ വിറ്റു. അതേ ദശകത്തിൽ തന്നെ ലാഭകരമായ സ്റ്റാർട്ടപ്പ് കമ്പനികളായ UC-യും YY-യും ലെയ് നിക്ഷേപിച്ചു. തന്റെ ബിസിനസിന് ആകെ 70 നിക്ഷേപ റൗണ്ടുകൾ നടത്തി. 16 വർഷം CEO ആയിരുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ അദ്ദേഹം ഒടുവിൽ സോഫ്റ്റ്വെയർ കമ്പനി വിട്ടു. പിന്നീട് കിങ്സോഫ്റ്റിൽ വൈസ് ചെയർമാനായി തിരിച്ചെത്തി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്റെ UCWeb, Wankel.com എന്നിവയിലെ നിക്ഷേപം പരസ്യപ്പെടുത്തി. പിന്നീട് ലെയ് UCWebന്റെ ചെയർമാനായി. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് അലിബാബയ്ക്ക് 50 കോടിയിലധികം ആക്റ്റീവ് ഉപയോക്താക്കളുള്ള UCWeb ബ്രൗസർ ഇതാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരുന്ന സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ലെയ് ജുൻ ഒരു പുതിയ മൊബൈൽ ടെക്നോളജി അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു. തന്റെ ആവേശം തുടർന്നുകൊണ്ട് അദ്ദേഹം ഒടുവിൽ മൊബൈൽ ടെക്നോളജി ലോകത്തെ എന്ന് മാറ്റിമറിക്കുന്ന ഒരു കമ്പനി സ്ഥാപിച്ചു. 10 വർഷത്തിൽ താഴെ പ്രവർത്തിച്ചുകൊണ്ട് $50 ബില്യൺ വിലമതിക്കുന്ന ഷോമി കോർപ്പറേഷൻ ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ഈ കമ്പനിയുടെ ചരിത്രം നിറയെ ഉയർച്ച താഴ്ചകളാണ്. 2010 മുൻ കിങ്സോഫ്റ്റ് CEO ലെയ് ജുൻ സ്ഥാപിച്ചതാണ് ഷോമി. ആ സമയത്ത് സ്മാർട്ട് ഫോൺ വ്യവസായം തകർച്ചയിലായിരുന്നു. സാംസങ്, ആപ്പിൾ തുടങ്ങിയ മുൻനിര നിർമ്മാതാക്കൾ വിപണി വിഹിതം നേടിയപ്പോൾ നോക്കിയ, ബ്ലാക്ക്ബെറി തുടങ്ങിയ മുൻനിരക്കാർ തകർന്നു. എന്നാൽ 3 വർഷത്തിനുള്ളിൽ തന്നെ ഷോമി അജ്ഞാതമായ ഒരു ബ്രാൻഡിൽ നിന്ന് 2013 ചൈനയിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡായി മാറി. ആ സമയത്ത് സ്മാർട്ട് ഫോൺ യുദ്ധം അവസാനിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത്. കുറഞ്ഞ വിലയ്ക്ക് മികച്ച ക്വാളിറ്റി നൽകുകയാണ് ഈ ബിസിനസിന്റെ ലക്ഷ്യം. ആൻഡ്രോയിഡിനേക്കാൾ കൂടുതൽ ഫീച്ചറുകളും മികച്ച ഉപയോക്തൃ ഇന്റർഫേസും നൽകാൻ MIUI വികസിപ്പിച്ചെടുത്തു. ഇന്ന് ഷോമി കമ്പനിക്ക് 29 കോടി 16 ലക്ഷം ആക്റ്റീവ് ഉപയോക്താക്കളുണ്ട്. കമ്പനിയുടെ തന്ത്രത്തെ പലപ്പോഴും പകർത്തൽ എന്ന് വിളിച്ചു. എന്നാൽ മറ്റ് നിലവാരങ്ങൾ പിന്തുടരുകയാണ് ഷോമി ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. 40 വയസ്സിൽ തന്നെ സമൂഹം വിജയകരനായി കണക്കാക്കിയെങ്കിലും അദ്ദേഹത്തിന് തന്റെ ദീർഘകാല ലക്ഷ്യം ഇനിയും പൂർത്തിയായിട്ടില്ലായിരുന്നു. അതായത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയ ഒരു ചൈനീസ് കോർപ്പറേഷൻ സ്ഥാപിക്കുക. സോണിയെയും ആപ്പിളിനെയും പോലുള്ള അന്താരാഷ്ട്ര കമ്പനികളുമായി മത്സരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരുന്ന മാർക്കറ്റിൽ മത്സരിക്കാൻ 13 ജീവനക്കാരോടൊപ്പം ഷോമി സ്ഥാപിച്ചു. ആദ്യത്തെ ലക്ഷ്യം സ്മാർട്ട് ഫോൺ വ്യവസായം തന്നെ. അതുപോലെ തന്നെ സെക്ടറിലെ ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞു. ആ സമയത്ത് ആപ്പിൾ, സാംസങ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇവർ വില കൂടിയ ഉയർന്ന മോഡലുകളാണ് വിൽക്കുന്നത്. മറുവശത്ത് ചൈനയിൽ വിലകുറഞ്ഞ തരംതാണ ഫോണുകൾ വിൽക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. ആരും യഥാർത്ഥത്തിൽ മാർക്കറ്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. അവിടെയുള്ള ഫോണുകൾക്ക് വേണ്ടി ആൻഡ്രോയിഡിന്റെ മറ്റൊരു രൂപമായ MIUI ഷോമി ടീം വികസിപ്പിച്ചെടുത്തു. ആദ്യ വർഷം തന്നെ ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ നേടിയ MIUI വൻ വിജയമായി.
2011 ഓഗസ്റ്റിൽ ഓൺലൈനിൽ മാത്രം വിൽക്കുന്ന ഷോമി ഫോൺ പുറത്തിറങ്ങി. പുതിയൊരു കമ്പനിയുടെ വലിയ നേട്ടമായിരുന്നു അത്. ഇന്ന് ലാപ്ടോപ്പുകൾ, മൊബൈൽ ആപ്പുകൾ, ആക്സസറികൾ, വെയറബിൾസ്, വീട്ടുപകരണങ്ങൾ, സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ എന്നിവയും വികസിപ്പിക്കുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് ഷോമി. പക്ഷേ ആദ്യം ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് MIUI ROM ഒരു സോഫ്റ്റ്വെയർ കമ്പനി വികസിപ്പിച്ചെടുത്തത്. മികച്ച പ്രതികരണം ലഭിച്ചതോടെ കൂടുതൽ സവിശേഷതകളോടെ രണ്ടാമത്തെ ഷോമി ഫോൺ പുറത്തിറങ്ങി. കാലക്രമേണ മറ്റു ഉപകരണങ്ങളിലേക്കും MIUI എത്തി. 2014 ആയപ്പോഴേക്കും ഇംഗ്ലീഷിലും ചൈനീസിലും 200-ൽ കൂടുതൽ ഉപകരണങ്ങളിൽ MIUI ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു. വളരെ വേഗത്തിൽ MIUI എക്സ്പ്രസ് APK ഉപയോഗിച്ച് ഡെവലപ്പർമാർ അല്ലാത്തവർക്കും അവരുടെ ഫോണുകളിൽ MIUI ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു. 2013 അവസാനത്തോടെ ലോകമെമ്പാടുമുള്ള 3 കോടിയിലധികം ആളുകൾ ഷോമിയുടെ MIUI ഉപയോഗിച്ചിരുന്നു. 2012-ൽ പുറത്തിറങ്ങിയ Mi 2 ഫോൺ വളരെ വേഗം വിറ്റുപോയി. ഒരു വർഷത്തിനുള്ളിൽ 1 കോടിയിലധികം ഫോണുകൾ വിറ്റഴിഞ്ഞതായി കമ്പനി പ്രഖ്യാപിച്ചു. 2013 ഓഗസ്റ്റിൽ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ ഉൽപ്പന്ന മാനേജ്മെന്റിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഹ്യൂഗോ ബാരയെ ഷോമി നിയമിച്ചു. ഷോമിയുടെ ആഗോള വിപുലീകരണത്തിൽ സഹായിക്കാനായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചത്. 2013 അവസാനം ഷോമി Mi 3 പുറത്തിറക്കുകയും ചൈനയിലെ 6ാമത്തെ വലിയ സ്മാർട്ട്ഫോൺ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. കമ്പനി തങ്ങളുടെ സ്മാർട്ട് TV ശ്രേണി 2013-ൽ പുറത്തിറക്കി. 2014-ൽ ചൈനയ്ക്ക് പുറത്ത് വികസനം ആരംഭിച്ചു. ആദ്യത്തെ ലക്ഷ്യം സിംഗപ്പൂർ. 2 മാസത്തിനുള്ളിൽ മലേഷ്യൻ മാർക്കറ്റിലും എത്തി. ചെറിയ കമ്പനിയായ ഷോമിക്ക് വലിയ നേട്ടമായിരുന്നു ഇത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ലോകത്തിലെ 4ാമത്തെ വലിയ മൊബൈൽ ഫോൺ റീറ്റെയിലറായി ഷോമി. 2016-ൽ Mi 5 സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയ ഷോമിയുടെ മൊബൈൽ ഉപകരണങ്ങൾ അതേ വർഷം സെപ്റ്റംബറിൽ യൂറോപ്യൻ യൂണിയനിൽ ലഭ്യമായി. 2017-ൽ അത്തൻസിൽ ഷോമിയുടെ ആദ്യത്തെ Mi സ്റ്റോർ തുറന്നു. 2018-ൽ UK, ഡെൻമാർക്ക്, അയർലൻഡ്, ഓസ്ട്രിയ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ സ്മാർട്ട് ഫോണുകൾ വിൽക്കാൻ ഷോമിയും 3 ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളും തമ്മിൽ കരാർ ഒപ്പിട്ടു. 2019 മധ്യത്തിൽ ഡിസ്പ്ലേയിൽ വിരൽപ്പാട് സ്കാനർ ഉൾപ്പെടുത്തിയ ഷോമി Mi 9 ഫോൺ പുറത്തിറക്കി. താവോബോ, JD.com തുടങ്ങിയ ഇ-കൊമേഴ്സ് സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഇനങ്ങളായി ഷോമി ഫോണുകൾ മാറി. എന്നാൽ ജനപ്രീതി കാരണം ചൈനീസ് കമ്പനികൾ ഷോമിയുടെ തന്ത്രം പകർത്താൻ തുടങ്ങിയതോടെ മത്സരം കടുത്തു. 2015-ൽ ആദ്യമായി ഷോമിയുടെ വിൽപ്പന കുറഞ്ഞു. ഒപ്പോ, വിവോ തുടങ്ങിയ പുതുതായി ഉയർന്നുവന്ന കമ്പനികൾ മുൻനിരയിലെത്തി. ഷോമിക്ക് നിർണായകമായ തിരിച്ചുവരവിന് ഇത് കാരണമായി. കമ്പനിയുടെ കാമ്പറ്റൻസികളിലേക്ക് തിരിച്ചുപോകാൻ ഷോമിയെ പ്രേരിപ്പിച്ചു. മികച്ചതും നൂതനവുമായ ഉയർന്ന നിലവാരമുള്ള ടെക്നോളജി നിർമ്മിക്കുന്നതിലാണ് ഇപ്പോൾ ഊന്നൽ. ഇന്ത്യൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഏറ്റവും കൂടുതൽ പേറ്റന്റുകളുള്ള ചൈനീസ് ഇറ്റ് കമ്പനികളിൽ ഒന്നാണ് ഷോമി. ഇന്ന് ഏറ്റവും മികച്ച 5 മൊബൈൽ ഫോൺ നിർമ്മാതാക്കളിൽ ഒന്നാണ്. ഇന്ന് ചൈന, മലേഷ്യ, ഇന്ത്യ, ഫിലിപ്പീൻസ്, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള ഷോമിക്ക് 8,000 ജീവനക്കാരും $200 മില്യൺ വാർഷിക വരുമാനവുമുണ്ട്. റാറ്റൻ ടാറ്റ, DST ഗ്ലോബൽ, ക്വാൽകോം വെഞ്ചേഴ്സ്, ടെമസെക് ഹോൾഡിംഗ്സ് തുടങ്ങിയ പ്രമുഖ നിക്ഷേപകർ ഷോമിയിലുണ്ട്. 6 നിക്ഷേപ റൗണ്ടുകളിലായി $45 ബില്യൺ ഷോമി സ്വരൂപിച്ചു. ഷോമിയുടെ ചരിത്രം അറിയാൻ ഏറെ രസകരമാണ്. അവരുടെ ഉയർച്ചയെക്കുറിച്ച് നിങ്ങൾ എന്തു വിചാരിക്കുന്നു? മറ്റ് കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ടെക്നോളജി എങ്ങനെ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.